കേരള രാഷ്ട്രീയത്തിൽ നിർണായക തീരുമാനങ്ങളുണ്ടായിരുന്ന വൻകിട ഹോട്ടലുകളാണ് തിരുവനന്തപുരത്തെ മസ്കറ്റും എറണാകുളത്തെ BTHുമെല്ലാം. എന്നാൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു വീട് തന്നെയുണ്ടായിരുന്നു തൃശൂരിൽ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായി കാണും. ലീഡർ K കരുണാകരന്റെ മുരളി മന്ദിരമാണത്. മൂവർണ്ണ കൊടി മാത്രം പാറിയിരുന്ന മുരളി മന്ദിരത്തിലേക്ക് ഇപ്പോൾ കാവിക്കൊടി കൂടി കടന്നു വന്നിരിക്കുകയാണ്. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് മുരളി മന്ദിരത്തിലെ ചട്ടിയും കലവും തട്ടിപ്പൊട്ടിയ അവസ്ഥയിലാണ്. കരുണാകരൻ മകൻ മുരളിക്കും മകൾ പത്മജിക്കുമായി നൽകിയ പൂങ്കുന്നത്തെ മുരളി മന്ദിരം ഇപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ പൊതു ഇടമായി മാറിക്കഴിഞ്ഞു. പത്മജ BJPയിൽ ചേർന്ന ശേഷം മുരളി മന്ദിരത്തിലെത്തിയതോടെ ഇവിടെ BJPക്കാരും വരാൻ തുടങ്ങി. മുരളി താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. കോൺഗ്രസിനകത്തെ പല നിർണായക തീരുമാനങ്ങളുടെയും അണിയറ നാടകവേദിയായിരുന്ന പൂങ്കുന്നം മുരളി മന്ദിരം അപ്രതീക്ഷിതമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് വേദിയാകുകയാണ്. K കരുണാകരൻ 1956 പൂങ്കുന്നത്തെ മുരളി മന്ദിരം വാങ്ങുന്നത്. മണ്ണുത്തിക്കടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന K കരുണാകരന് വേണ്ടി മുരളി മന്ദിരം കണ്ടുപിടിച്ചത് സന്തത സഹചാരിയായ ബാലനായിരുന്നു. വാങ്ങുമ്പോൾ അതൊരു ചെറിയ വീടായിരുന്നു. 3 തവണ പുതുക്കിയാണ് ഇപ്പോഴത്തെ രൂപത്തിലെത്തിയത്. 1954 K കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും വിവാഹം. മകൻ മുരളിയുടെ പേര് തന്നെ വീടിനുമിട്ടു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനവും വന്നത് ഈ വീട്ടിൽ നിന്നാണ്. കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോഴും നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് മുരളി മന്ദിരത്തിലാണ്. കരുണാകരനെ സംസ്കരിച്ചതും ഇവിടെയാണ്. കരുണാകരൻ എത്തിയാൽ എല്ലാ മുറികളിലും കോൺഗ്രസുകാർ നിറയുമായിരുന്നു. കരുണാകരന്റെ കാലശേഷം മുരളിയുടെയും പത്മജിയുടെയും കൂടിക്കാഴ്ചകളുടെ വേദിയായും മുരളി മന്ദിരം മാറുകയും ചെയ്തു. ഇപ്പോൾ മുരളി മന്ദിരത്തിന് മുന്നിൽ പാറുന്നത് മൂവർണ്ണ കൊടിയും കാവിക്കൊടിയും ചേർന്നാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇരുവിഭാഗം പ്രവർത്തകരും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. പത്മജിയുടെ കൂറുമാറ്റം കൂടിയായതോടെ തൃശൂർ മണ്ഡലവും മുരളി മന്ദിരവും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ലീഡർ K കരുണാകരന്റെ പ്രഭാവം കൊണ്ട് ട്വിസ്റ്റുകളും അട്ടിമറികളും തിരിച്ചടികളും വമ്പൻ ജയങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ ലീഡർ പ്രഭാവം തുടരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ കാഴ്ച. മാസങ്ങൾക്ക് മുൻപേ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരെന്നത് ഉറപ്പിച്ച മണ്ഡലമായിരുന്നു തൃശൂർ. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായിരുന്നു വമ്പൻ ട്വിസ്റ്റ്. സിറ്റിംഗ് MP TN പ്രതാപനായി ചുവരെഴുത്തും പോസ്റ്റർ പതിക്കലുമെല്ലാം തുടരുമ്പോൾ വടകരയിൽ നിന്ന് K മുരളീധരൻ മത്സരിക്കാനെത്തുമെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടാത്തവരില്ല. അതോടെ 3 മുന്നണികളും പ്രചരണ തന്ത്രം മാറ്റിപ്പണിയാൻ തുടങ്ങി. പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള കൂറുമാറ്റമാണ് തൃശൂരിൽ പെട്ടെന്ന് വഴിത്തിരിവുണ്ടാക്കിയത്. പത്മജിയുടെ പാർട്ടി മാറ്റം എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് NDAയും LDFും ചിന്തിക്കുന്നത്. പത്മജിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് NDAയുടെ കണ്ണ്. എന്നാൽ TN പ്രതാപൻ മാറുന്നതോടെ തീരമേഖലയിലെ വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. അതേസമയം സംസ്ഥാന തലത്തിൽ K മുരളീധരനുള്ള പ്രതിച്ഛായ ഗുണകരമാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. പത്മജയോടുള്ള എതിർപ്പ് നേതാക്കളിലും കോൺഗ്രസ് പ്രവർത്തകരിലും ഒത്തൊരുമയും വാശിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും UDF വിലയിരുത്തുന്നു. എന്നാൽ പത്മജ BJPയിൽ ചേർന്നതിന്റെ നടുക്കവും അങ്കലാപ്പും പൂർണ്ണമായും വിട്ടുമാറിയിട്ടുമില്ല. പ്രതാപന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണയെന്നാണ് വിവരം. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ ചരടുവലികൾക്ക് സാക്ഷ്യം വഹിച്ച പൂങ്കുന്നത്തെ മുരളി മന്ദിരം വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. K കരുണാകരന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെയും അദ്ദേഹത്തിന്റെ വസതിയായിരുന്ന മുരളി മന്ദിരത്തിലും പിന്നീട് രാമനിലയത്തിലുമായിരുന്നു. ലീഡറുടെ സ്മൃതി കൂടാരമുള്ളതിനാൽ കോൺഗ്രസുകാരുടെ വൈകാരിക ഇടവുമാണത്. മുരളി മന്ദിരത്തിലെത്തി പ്രാർത്ഥിച്ചാണ് K മുരളീധരൻ കളത്തിലിറങ്ങിയത്. വരും ദിവസങ്ങളിൽ മുരളി മന്ദിരത്തിൽ ആരൊക്കെ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് മുരളി മന്ദിരത്തെ ചുറ്റിപ്പറ്റി തിരഞ്ഞെടുപ്പ് പ്രചാരണവും കൊടുമ്പിരി കൊള്ളുകയാണ്.